ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോൺ നൂഡിൽസ് ആണ്. വളരെ ടേസ്റ്റിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നൂഡിൽസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് ആദ്യം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റോളം നമ്മൾ തിളപ്പിക്കുന്നുണ്ട്. എന്നാലും മാത്രമേ നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ നൂഡിൽസ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു അരിപ്പ ഉപയോഗിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഊറ്റി വെച്ചേക്കുന്ന നൂഡിൽസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ തന്നെ ചിക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട നമ്മൾ നല്ലതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ ബാറ്ററിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 2 പാക്കറ്റ് മാഗി മസാല. നമ്മൾ വാങ്ങിച്ച മാഗിയുടെ പാക്കറ്റിനകത്ത് 2 പാക്കറ്റ് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് കോൺ വേവിച്ചത്, സ്വീറ്റ് കോണാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 അടപ്പ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം. കോൺ ഓൾറെഡി വെന്തിട്ടുണ്ട്, അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസ് നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കുക. നല്ലതുപോലെ ഇളക്കി എല്ലാ വശങ്ങളിലും മസാല പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോൺ നൂഡിൽസ് ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി നോക്കുക.